ഹലോ നമസ്കാരം, ഞാൻ ശ്രീദേവി. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്നിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ US-ലാണുള്ളത്. നമ്മളൊരു ട്രിപ്പിന് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഡാലസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ തലേ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ അവൈലബിൾ ആയിരുന്നു നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അത് കാരണം രാവിലെ തന്നെ വന്ന് ഫുഡ് കാര്യങ്ങളും കഴിക്കുന്ന പരിപാടിയാണ്. മിക്കവാറും ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഫുഡ്സ് ആണ് കേട്ടോ ഉണ്ടാവണേ രാവിലെ. അപ്പോൾ അത് ഞാനിങ്ങനെ എല്ലാ ഫുഡ്സും കഴിക്കാറില്ല, പക്ഷെ എന്നാലും ഫ്രൂട്ട്സും ഈ പറഞ്ഞ പോലെ ബണ്ണും അതൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ജ്യൂസുകളായിട്ടും കാപ്പിയായിട്ടൊക്കെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നു. പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ ഹോട്ട് ചോക്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് അവിടെ പോയി ഇരുന്ന് കഴിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനും ടൈം ഉണ്ട് കേട്ടോ. ഈ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അപ്പം നമ്മൾ ഇത് അടയ്ക്കുന്നതിന് മുമ്പ് വേഗം വന്നിട്ട് എന്താ പറയുക കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ്. പക്ഷെ എനിക്ക് വലിയ കാര്യമായിട്ട് അത്ര കണ്ട ഒരു ബണ്ണ് മാത്രമാണ് ഞാൻ എടുത്തുകൊണ്ട് വെക്കുന്നത്. ബാക്കിയൊന്നും എൻ്റെ ഇല്ല കേട്ടോ. ഒരു ആപ്പിൾ ജ്യൂസും അതിനെ കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിൽ വന്ന് ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർ ഇതാ ഇവിടെ ഇരുന്ന് കളിക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ എല്ലാത്തിനും വേഗം ഓടിച്ചു, വേഗം പോയി റെഡി ആയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് അവിടുന്ന് നമ്മൾ ഇന്നത്തെ ആക്ടിവിറ്റീസിന് വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്താ വണ്ടിയിലൊക്കെ കയറ്റി എല്ലാം സെറ്റായിട്ട് നമ്മൾ നേരെ നമ്മുടെ ആക്ടിവിറ്റിയുടെ സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഇത് ഓരോ ആക്ടിവിറ്റീസിൻ്റെ കാര്യവും ഞാൻ പറയുമ്പോൾ ഇതെവിടെയാണെന്ന് എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ഞാൻ പറയാറൊന്നുമില്ല. കാരണം എനിക്കങ്ങനെ അറിയില്ല കേട്ടോ. സ്ഥലവും അങ്ങനെയൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വണ്ടി ഇരിക്കുന്നു പോകുന്നു എന്നല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള സ്ഥലമില്ല, ഇപ്പോൾ ഡാലസ് ഹൂസ്റ്റൺ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഏരിയ മാത്രമേ എനിക്കങ്ങനെ അറിയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങനെ പറയാത്തത്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ക്രയോള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ പേര് പോലെ തന്നെ, അതുപോലെ തന്നെ ആ പടം കാണുന്ന പോലെ തന്നെ ക്രയോൺസിൻ്റെ ഒരു സ്ഥലം തന്നെയാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ക്രയോൺസിൻ്റെ വല്ല ഫാക്ടറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോന്നോ. പക്ഷെ ഇത് പക്ക ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പറ്റിയ ഒരു ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. ഫുൾ അതിൻ്റെ അകം ഫുള്ള് ക്രയോൺസിൻ്റെ ഒരു തീം തന്നെയാണ്. അതിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ ക്രയോള എക്സ്പീരിയൻസ് എഴുതിയേക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇത്രയും നല്ല അടിപൊളിയായിട്ട് അവരവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ഫോട്ടോ എടുത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇതാ നേരെ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറുമ്പോൾ തന്നെ കാണാം ഒരു ക്രയോൺസിൻ്റെതായിട്ടുള്ള തീം, ക്രയോൺസിൻ്റെതായിട്ടുള്ള കളർ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം ചേട്ടൻ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ആക്ടിവിറ്റീസിൽ വന്നേക്കുന്ന ഞാനും സനോയും പിന്നെ 4 പിള്ളേരും കൂടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ആദ്യം തന്നെ അവർ നമുക്കൊരു ക്രയോൺസും ഇതൊക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 കോയിൻ എങ്ങാണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ കോയിൻ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പേര് പ്രിന്റ് ചെയ്ത് കിട്ടുക. ആ പേര് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നിരിക്കുന്ന ക്രയോൺസ് ഉണ്ടല്ലോ, ആ ക്രയോൺസിലേക്ക് നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റും. അതാണ് സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഓരോരുത്തർ എന്താ പറയുക പേര് പ്രിന്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്താൽ അങ്ങോട്ട് വർക്ക് ആവുന്നുണ്ടെന്നല്ലോ. പിന്നെ വന്നിട്ട് പിന്നെ അടുത്തേൽ ഇങ്ങനെ ചെയ്തു കേട്ടോ. അപ്പം ഇങ്ങനെ വന്ന് നമുക്കിങ്ങനെ കണ്ടോ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ക്രയോണും കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ക്രയോൺസിന്റെ കളർ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ക്രയോൺസും കിട്ടും, ഇതുപോലെ ഒരു സ്ലിപ്പും കിട്ടും പേര് എഴുതിയിട്ടുള്ളത്. അത് പിന്നെ നമ്മൾ ആ ക്രയോൺസിനെ ഒട്ടിച്ച് വെക്കാം കേട്ടോ. ഒട്ടിച്ച് വെക്കാനൊരു മെഷീൻ ഉണ്ടായിരുന്നു, അതാണ് ആക്ച്വലി വർക്ക് ആവാതിരുന്നത്. ബാക്കിയെല്ലാം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞൊരു ഫോട്ടോ ബൂത്ത് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാമായിരുന്നു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രിന്റ് ഇതുപോലെ കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ക്രയോൺസിൻ്റെ ഒരു സ്ഥലമാണല്ലോ, അപ്പോൾ ഇത് അവർ പറയുന്ന ഈ പ്രിന്റ് എടുത്തിരിക്കുന്ന സാധനത്തിൽ നമുക്ക് ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്യാം. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പല നിറത്തിലുള്ള ക്രയോൺസ് അങ്ങനെ നിറച്ചും ആ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ കുട്ടികൾക്കും അവിടെ വന്നിരിക്കാം. ഈ ഒരു പൊളി പോക്കറ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊളി പോക്കറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ ഇവർ വന്ന് കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആരോണിന് പിന്നെ കളർ ചെയ്യാൻ വലിയ താല്പര്യം. അവൻ 2 പ്രാവശ്യം ഒന്ന് കരച്ചിട്ട് അവൻ പിന്നെ അടുത്ത ആക്ടിവിറ്റി തപ്പിപ്പോയി കേട്ടോ. അപ്പം ഞാനും പിന്നെ അവൻ്റെ കൂടെ വന്നു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവരവിടെ നിന്ന് കളർ ചെയ്യാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കിപ്പോൾ തൊപ്പി വേണമെങ്കിൽ തൊപ്പി, താടി വേണമെങ്കിൽ താടി, അങ്ങനെ ഓരോന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഒരു അനിമേഷൻ പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കും. അപ്പോൾ ഫോട്ടോയ്ക്ക് നമുക്കിങ്ങനെ പോസ് ചെയ്യുക. ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കഴിഞ്ഞ് കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ ആരോൺ ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇതുപോലൊരു ഫോട്ടോ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എന്തോ സംഭവിക്കാന്ന് വെച്ചാൽ ബാക്കിലൊരു സ്ക്രീൻ നമുക്ക് കാണാം. ആ സ്ക്രീനിൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഈ സാധനം നമുക്കവിടെ ഇങ്ങനെ വരും കേട്ടോ. ഒരു പിക്ചറൈസേഷൻ പോലെ ഇങ്ങനെ വരും. കണ്ടോ അവിടെ ഇങ്ങനെ ക്രയോൺസിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒരു
അനിമേറ്റഡ് ഒരു ക്യാരക്ടർ വരുന്ന പോലെ കാണുന്നില്ലേ, അത് ആക്ച്വലി ഇതാ നമ്മുടെ ഫോട്ടോസ് ആണ് അങ്ങനെ വരുന്നത്. നമ്മൾ അപ്പം എടുത്തിരിക്കുന്ന, നമ്മൾ താടി കൊടുത്തിട്ടുണ്ടെങ്കിൽ താടി ആ ഒരു രൂപത്തിൽ സാധനം അവിടെ വരും കേട്ടോ. ഒരു ചെറിയൊരു ടൈം പാസ് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു സെക്ഷനിലേക്ക് വന്നപ്പോൾ അതായത് ഇതുപോലെ ഒരു മീനിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മീനിനെ കിട്ടുന്ന വേറെ ഒന്നുമല്ല, മീനിനെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ക്രയോൺസ് എടുത്തിട്ട് നമുക്കതിനെ പല പല ഡിസൈൻസും കളറിങ്ങും എല്ലാം ചെയ്ത് കൊടുക്കാം. അതൊക്കെ പിള്ളേർ ഇവിടെ ഓരോന്ന് ചെയ്തതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുന്ന് അവര് തരും നമുക്ക് ഫിഷും കാര്യങ്ങളും, പല ക്രയോൺസും സ്കെച്ച് പെൻ ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ അതൊക്കെ അവർ തരും. അതൊക്കെ വെച്ചിട്ടാണ് അവരിങ്ങനെ എന്താ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡ്രിപ്പ് ആർട്ട് എന്ന് പറഞ്ഞ സംഭവം. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാം. ആ കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു കാർഡ്ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, നമ്മൾ സെലക്ട് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ആ ഒരു ലിവർ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇങ്ങനെ ഡ്രിപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആ ക്രയോൺസിന്റെ ആ കളറ്. അത് നമ്മൾ കൊടുക്കുന്ന മൂവ്മെന്റ്സ്, ചെറിയ മൂവ്മെന്റ് ആണെങ്കിൽ ചെറിയ മൂവ്മെന്റിൽ തിരിഞ്ഞിട്ട് വരും, വലുതാണെങ്കിൽ വലിയ രീതിയിൽ വരും. എന്നിട്ട് അവസാനം ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് കിട്ടും. എന്നിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം. നമ്മുടെ പോളി പാക്കറ്റ് തന്നിട്ടുണ്ടല്ലോ, അതിനകത്ത് നമുക്ക് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാറായിട്ട് കിട്ടും. കാറും ഉണ്ടായിരുന്നു, റിങ്ങും ഉണ്ടായിരുന്നു. അതും ഈ ക്രയോൺസ് ആണ് കേട്ടോ. ക്രയോൺസ് വെച്ചിട്ടാണ് ആ കാറും റിങ്ങും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അതും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇതുപോലെ അടുത്തൊരു സെക്ഷനിൽ ഇതുപോലെ നമുക്ക് ഡ്രസ്സിൻ്റെ ഒരു സെക്ഷൻ. അപ്പം അത് നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാം. കളറൊക്കെ കൊടുത്ത് ക്രയോൺസ് ഒക്കെ വെച്ച് കളറൊക്കെ ചെയ്തതിന് ശേഷം ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റാമ്പ് വോക്ക് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മൾ ചെയ്ത ആ ഡിസൈനൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ ഒരു സംഭവം. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ടല്ലോ ഒരു സ്റ്റോള് പോലെയുള്ള സംഭവം. നമ്മൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് കളക്ട് ചെയ്യാം കേട്ടോ. കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ പറയുക, കൊണ്ടുപോകാം. പിന്നെ ഒരു കുഞ്ഞു കട പോലെയൊക്കെ ഉണ്ട്. ആ കടയെല്ലാം കഴിഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പുറത്തേക്ക് വന്നിട്ട് ഞങ്ങൾ ആക്ച്വലി ചേട്ടനും ചേച്ചിനൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പപ്പയും മമ്മിയൊക്കെ അവരാരും വന്നിരുന്നില്ലല്ലോ, അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അവർ വന്നതിന് ശേഷം നമ്മൾ തിരിച്ച് അടുത്ത ആക്ടിവിറ്റിയിലേക്കായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട്, മറ്റു വിശേഷങ്ങളായിട്ട്, അടുത്ത ആക്ടിവിറ്റിയിലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.